ബേസ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LDC 2024 എക്സാമിൻ്റെ ഭാഗമായിട്ട് കേരള ഭൂമിശാസ്ത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. കേരളത്തിൻ്റെ സ്ഥാനം. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും പൂർവ്വരേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റിനും 12 ഡിഗ്രി 48 മിനിറ്റിനും പൂർവ്വരേഖാംശം 74 ഡിഗ്രി 52 മിനിറ്റിനും 77 ഡിഗ്രി 24 മിനിറ്റിനും ഇടയിലാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്കും തെക്കും തമിഴ്നാടും വടക്ക് ഭാഗത്ത് കർണാടകവും കേരളവുമായി അതിർത്തി പങ്കിടുന്നു. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, താഴ്വാരം, തീരസമതലം എന്നിങ്ങനെ 4 ഭൂവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് 3 വിഭാഗങ്ങളായാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം മലനാടിനെ കുറിച്ച് നോക്കാം. കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്തായാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് ചരിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമാണ് മലനാട്. തിങ്ങി നിറഞ്ഞ വനങ്ങളാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് മലനാട്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി, റബ്ബർ മുതലായവയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട്. കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് സഹ്യാദ്രി. 30 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് മലനാട്ടിലെ താപനില. സംഘകാലഘട്ടത്തിൽ ഈ പ്രദേശം കുറിഞ്ചി എന്നും മുല്ലയെന്നും അറിയപ്പെട്ടിരുന്നു. കുറിഞ്ചി എന്ന പ്രദേശത്ത് അധിവസിച്ചിരുന്നവർ വേട്ടുവർ എന്നും മുല്ല എന്ന പ്രദേശത്തുണ്ടായിരുന്നവർ ഇടയർ എന്നും അറിയപ്പെട്ടിരുന്നു. വയനാട് പീഠഭൂമി, ആനമല, നെല്ലിയാമ്പതി, അഗസ്ത്യാർ മലകൾ എന്നിവ മലനാടിൻ്റെ ഭാഗങ്ങളാണ്. മലനാടിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്തായാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നും താഴേക്ക് ചരിഞ്ഞു കിടക്കുന്ന ഭൂപ്രദേശമാണിത്. തിങ്ങി നിറഞ്ഞ വനങ്ങളാൽ സമ്പുഷ്ടമായ പ്രദേശമാണിത്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 48% മലനാടാണ്. ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, തേയില, കാപ്പി, റബ്ബർ മുതലായവയാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതിയാണ് മലനാട്. കിഴക്കൻ മലനിരകളുടെ ഭാഗമാണ് സഹ്യാദ്രി. 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് മലനാട്ടിലെ താപനില. സംഘകാലഘട്ടത്തിൽ ഈ പ്രദേശം കുറിഞ്ചി എന്നും മുല്ല എന്നും അറിയപ്പെട്ടിരുന്നു. കുറിഞ്ചി എന്ന പ്രദേശത്ത് അധിവസിച്ചിരുന്നവർ വേട്ടുവർ എന്നും മുല്ല എന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നവർ ഇടയർ എന്നും അറിയപ്പെട്ടിരുന്നു. വയനാട് പീഠഭൂമി, ആനമല, നെല്ലിയാമ്പതി, അഗസ്ത്യാർ മലകൾ എന്നിവ മലനാടിൻ്റെ ഭാഗങ്ങളാണ്. അടുത്തത് ആനമുടിയെക്കുറിച്ച് നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. ഇടുക്കിയിൽ ദേവികുളം താലൂക്കിൽ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അഥവാ 8842 അടി. ഇടുക്കിയിൽ ദേവികുളം താലൂക്കിൽ കണ്ണൻദേവൻ ഹിൽസ് വില്ലേജിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമല, പളനിമല, ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ്. ആനമുടിയുടെ വടക്കു ഭാഗത്ത് ആനമലയും വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമലയും തെക്ക് ഭാഗത്ത് ഏലമലയും സ്ഥിതി ചെയ്യുന്നു. ആനമുടിയുടെ വടക്ക് ഭാഗത്ത് ആനമലയും വടക്ക് കിഴക്ക് ഭാഗത്ത് പളനിമലയും
തെക്ക് ഭാഗത്ത് ഏലമലയും സ്ഥിതി ചെയ്യുന്നു. ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായാണ്. ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഇടനാട് മലനാടിനും തീരസമതലത്തിനും ഇടയിലുള്ള ഭൂഭാഗമാണ് ഇടനാട്. എക്കൽ മണ്ണിലാൻ ശക്തമായ പ്രദേശമായതിനാൽ നെല്ലാണ് ഇവിടുത്തെ പ്രധാന കൃഷിയിനം. എക്കൽ മണ്ണിനാൽ സമ്പുഷ്ടമായ പ്രദേശമായതുകൊണ്ട് ഇടനാട്ടിലെ പ്രധാന കൃഷിയിനമാണ് നെല്ല്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 42% ഇടനാട്. സംഘകാലത്ത് ഈ പ്രദേശം മരുതം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ നിവാസികളെ ഉഴവർ എന്നും വിളിക്കപ്പെട്ടിരുന്നു. വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകളാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ലാറ്ററൈറ്റ് കുന്നാണ് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഇടനാട്. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് റബ്ബർ, ഏത്തവാഴ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ. തീരസമതലം. ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് തീരസമതലങ്ങളിലാണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗമാണ് കേരളത്തിൻ്റെ തീരസമതലം. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 10% തീരപ്രദേശം. നെല്ല് കൃഷിക്ക് അനുയോജ്യമായ എക്കൽ മണ്ണ് കാണപ്പെടുന്നു. നെല്ല് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. തെങ്ങ്, നെല്ല് എന്നിവയാണ് തീരസമതലത്തിലെ പ്രധാന വിളകൾ. സംഘകാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങൾ നെയ്തൽ എന്നറിയപ്പെട്ടിരുന്നു. സംഘകാലഘട്ടത്തിൽ തീരസമതലം അറിയപ്പെട്ടിരുന്നത് നെയ്തൽ എന്നാണ്. ഇവിടെ അധിവസിച്ചിരുന്നവർ പരവർ, മീനവർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു. കേരളത്തിൻ്റെ 9 ജില്ലകൾ അറബിക്കടലുമായി തീരം പങ്കിടുന്നു. ആകെ സമുദ്രതീരത്തിൻ്റെ ദൈർഘ്യം 580 കിലോമീറ്ററാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ലയാണ് കണ്ണൂർ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലമാണ്. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. കടൽത്തീരമില്ലാത്ത ജില്ലകളാണ് പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട. കടൽത്തീരമില്ലാത്ത ജില്ലകൾ പാലക്കാട്, കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള താലൂക്ക് ചേർത്തല. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശ്ശൂർ. വർക്കല ക്ലിഫാണ് തീരപ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശം. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് വർക്കല ക്ലിഫാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ശരാശരി 575 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് വീതി ശരാശരി 60 കിലോമീറ്ററുമാണ്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവയാണ്.